പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അൽഹംദുലില്ലാഹ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം ഇങ്ങനെ വേദനിക്കുകയാണ്. ആ സമയത്താണ് മരണത്തോട് മല്ലടിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് അതാ മലക്കുകൾ കടന്നു വരികയാ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. പടച്ചവനെ, അസ്റായീൽ പറയുകയാണ്, ഹുബൈബേ, എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? ഹുബൈബേ, നിസ്കരിക്കുന്ന ഉപ്പമാരെ, രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും മഴയാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ഉപ്പ, ഇത് അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലമാ. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്നവന് കിട്ടൂല, തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവൾക്ക് കിട്ടില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുൽ മൗത്ത് പറയുകയാ, പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിളിച്ചു പറയടാ. ആരോടാ പറയുന്നത്? തൂക്കുകയറിൽ കിടന്ന് മരണത്തോട് പിടയുന്ന ഹുബൈബിനോട്, മരണത്തോട് മല്ലടിക്കുന്ന ഹുബൈബിനോട് റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞടാ പൊന്നുമോനെ, മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. ആ കഴുകുമരത്തിൽ കിടന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ഇടിത്തീ പോലെ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളുടെ ഹൃദയമങ്ങ് വിറയ്ക്കുകയാണ്. അവര് പേടിച്ചു പോയടാ പൊന്നുമോര്, അവര് വല്ലാതെ പേടിച്ചു പോയി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറയുന്നു, ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ. നിങ്ങൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ശത്രുക്കൾ പറയുകയാണ്, ഇവരുടെ നേരെ നിന്നിട്ട് ചാകണ്ടടാ, ഇവരുടെ നേരെ നിന്നിട്ട് ചാകണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല പിടിച്ച് തിരിക്കുകയാ. അവിടെ നിന്ന് തൂക്കുന്ന സമയത്ത് തല പിടിച്ചിട്ട് തിരിച്ചു വെക്കാൻ നോക്കിയിട്ട് തിരിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു